പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സന ഫാത്തിമ. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ ലഹരിക്കെതിരെ അരുത് ആ ലഹരി എന്ന അഭ്യർത്ഥനയുമായി സേമണ്ണാർക്കാട് കുട്ടിക്കൂട്ടം താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ മെയ് 30-31 തീയതികളിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. മാഫിയകൾ രാജ്യത്ത് ഇത്തരം ലഹരികൾ ഒഴുക്കുമ്പോൾ ആ ലഹരിക്കെതിരെ ബോധവൽക്കരണവും അതിനെ പ്രതിരോധിക്കലുമൊക്കെ സമൂഹത്തിന്റെ കടമയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളായാലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും സർക്കാരും ഈ കാര്യത്തിൽ കൃത്യമായി കൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനുമൊക്കെ വിഘാതം സൃഷ്ടിക്കുന്ന ഇത്തരം ചിത്രശക്തികളെ തടഞ്ഞു നിർത്താൻ ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കണം. ഇവിടെ സേവ് സംഘടിപ്പിച്ച ടൗൺ, കാഞ്ഞിരം, തെങ്കര, അലനല്ലൂർ, കോട്ടൂപ്പാടം, കുമരപ്പത്തൂർ ചുങ്കം എന്നിങ്ങനെയാണ് സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. കുട്ടികളുടെ ഫ്ലാഷ് മോബ്, ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രസംഗങ്ങൾ, ഏകാംഗ നാടകം തുടങ്ങിയ പരിപാടികളാണ് അരങ്ങേറിയത്. സലീം KS ആണ് ഏകാംഗ നാടകം അവതരിപ്പിച്ചത്. അത് വല്ല പട്ടിനെ കുറിക്കണോ ഉറപ്പലിക്കുന്നതിന് മുമ്പ് ലഹരി വിരുദ്ധ ഗാനം ആലപിച്ചത് കുട്ടിക്കൂട്ടം അംഗമായ ആവണി CS. ഭാരവാഹികളായ ഫിറോസ് ബാബു, അബ്ദുൽ ഹാദി, നഷീദ് പിലാക്കൽ എന്നിവർ പ്രസംഗിച്ചു. സേവിന്റെ മറ്റ് പ്രതിനിധികളായ റംഷാദ്, ഫൗസിയ, ഫസൽ റഹ്മാൻ, ഫാത്തിമ സുഹ്റ, ഹബീബി എന്നിവരും യാത്രയിൽ പങ്കെടുത്തു. കുമരപ്പത്തൂർ സെന്ററിൽ വെച്ച് നഷീദ് പിലാക്കൽ നന്ദി പറയുകയും കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ ഡോക്ടർ കമ്മാപ്പ, KPS പയ്യനടം, രാജനാമ്പാടത്ത് എന്നിവരാണ് നൽകിയത്. ഇതോടുകൂടി സമാപനം കുറിക്കുകയും ചെയ്തു. കോവിഡ് കേസുകൾ 3000-ലേക്ക്. രോഗികളുടെ എണ്ണത്തിൽ നമ്പർ 1 ആയി കേരളം. തായ്ലാന്റിൽ നിന്നും ലോകസുന്ദരി കിരീടം ചൂടി സുജത ചുവാൻശ്രീ. നിലവിലെ തീരുമാനപ്രകാരം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2 തന്നെ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പാൽ വാങ്ങാനായി വീടിനടുത്ത് റോഡിനരികിൽ നിന്ന വിദ്യാർത്ഥിനി ജീപ്പ് പിടിച്ചു മരിച്ചു. കൽപ്പറ്റ കമ്പളക്കാട് പുത്തൻതൊടുകയിൽ ദിൽഷാന 19 ആണ് മരിച്ചത്. ഇതോടുകൂടി വാർത്തകൾ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.